നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. രവിയും സുരേഷും. രണ്ടുപേരും ഒരേ സമയം റിട്ടയർഡ് ആയ വ്യക്തികളാണ്. രണ്ടുപേരും ആ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 10% റിട്ടേൺസോട് കൂടി അവരത് അനുഭവിച്ചുകൊണ്ടിരുന്നു. 50,000 രൂപ വീതം മാസം അവർ അതിൽ നിന്നും പിൻവലിച്ച് ജീവിക്കുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ രവി കോടീശ്വരനായി തന്നെ തുടർന്നു. എന്നാൽ സുരേഷ് 12 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പണം തീർന്നുപോയി. രണ്ടുപേർക്കും ഒരേ ലാഭം കിട്ടിയിട്ടും എങ്ങനെ ഒരാൾ ദരിദ്രനായി? ഇതിനെയാണ് സീക്വൻസ് ഓഫ് റിട്ടേൺ റിസ്ക് എന്ന് പറയുന്നത്. റിട്ടയർമെന്റ് കാലത്ത് നിങ്ങളെ തകർക്കാൻ പോകുന്ന ഏറ്റവും വലിയ റിസ്ക് ഇതാണ്. ഇതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്ന് മനസ്സിലാക്കാം. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തെ പ്ലാനിംഗ് അല്ല റിട്ടയർമെന്റ് ആയാൽ വേണ്ടത്. നിങ്ങൾ പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് നിങ്ങൾക്ക് ലാഭമാണ്. കാരണം കൂടുതൽ യൂണിറ്റുകൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിടാൻ സാധിക്കും. എന്നാൽ റിട്ടയർമെന്റ് കാലത്ത് മാർക്കറ്റ് ഡൗൺ ആയാൽ അത് നിങ്ങളുടെ നിക്ഷേപത്തെ വല്ലാതെ ബാധിക്കും. കാരണം നിങ്ങൾ ആ നിക്ഷേപത്തിൽ നിന്നും മാസം പിൻവലിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീടുള്ള ആ നിക്ഷേപത്തിൽ മാത്രമാണ് തുക കാണേണ്ടത്. ഇത് നിങ്ങളുടെ നിക്ഷേപത്തെ വേഗം തീർത്ത് കളയും. മാർക്കറ്റ് പിന്നീട് ചിലപ്പോൾ കയറി വന്നേക്കാം, പക്ഷേ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ നിക്ഷേപത്തിൽ വലിയ മാറ്റങ്ങൾ വേറെ വരാനുണ്ടാവില്ല. പലരും പറയാറുണ്ട്, മാർക്കറ്റ് ഡൗൺ ആയാൽ പേടിക്കേണ്ട, അവ പിൻവലിക്കാതെ അവിടെ തന്നെ ഹോൾഡ് ചെയ്താൽ മതി എന്ന്. എന്നാൽ ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ശരിയാണ്. പക്ഷേ റിട്ടയർമെന്റ് ആയതിനു ശേഷമുള്ള ഇൻവെസ്റ്റ്മെന്റിലാണെങ്കിലോ അതൊരു തെറ്റായ തീരുമാനമായിരിക്കും. മാർക്കറ്റ് ഡൗൺ ആയിരിക്കുമ്പോൾ പണം പിൻവലിക്കുന്നത് നെഗറ്റീവ് കോമ്പൗണ്ടിങ് ഉണ്ടാക്കുന്നു. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ബാക്കി യൂണിറ്റുകളെ വളരെ തുച്ഛമായ വിലയിൽ വിൽക്കേണ്ടി വരുന്നു. മാർക്കറ്റ് തിരിച്ചു വരുമ്പോൾ അത് തിരിച്ചു വരില്ല. ഒരു റിസ്ക് എലിമിനേറ്റർ എന്ന നിലയിൽ ഇതിന് ഞാൻ നൽകുന്ന പരിഹാരമാണ് ബക്കറ്റ് സ്ട്രാറ്റജി. അതായത് നിങ്ങളുടെ പണത്തിനെ 3 ഭാഗമായി തിരിക്കുക. ബക്കറ്റ് 1, നിങ്ങളുടെ അടുത്ത 2-3 വർഷത്തേക്കുള്ള പണത്തിനുള്ള തുക നിങ്ങൾ ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ സേവിങ്സിലോ നിക്ഷേപിക്കുക. മാർക്കറ്റ് വീണാലും ഇതിനെ ബാധിക്കില്ല. നിങ്ങൾ ഈ പണം മാത്രമേ എടുത്ത് ചെലവാക്കുകയുള്ളൂ. ബക്കറ്റ് 2, നിങ്ങളുടെ അടുത്ത ഒരു 5-7 വർഷത്തേക്കുള്ള തുക നിങ്ങളുടെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സ്കീമിലേക്കോ ഡെപ്റ്റ് ഫണ്ടിലേക്കോ ഇൻവെസ്റ്റ് ചെയ്യുക. ബക്കറ്റ് 3, അടുത്ത ഒരു 10 വർഷത്തിന് ശേഷം വേണ്ടി വരുന്ന തുക മാത്രം നിങ്ങൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുക. മാർക്കറ്റ് വീണാലും അത് തിരിച്ചു വരാൻ നിങ്ങളുടെ മുന്നിൽ 10 വർഷം ഉണ്ടാകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മാർക്കറ്റ് വിപണിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ തുകയെയും ബാധിക്കില്ല, നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിനെയും ബാധിക്കില്ല. ശരാശരി ലാഭമല്ല, പണം പിൻവലിക്കുന്ന ആ ഒരു സീക്വൻസ് ആണ് പ്രധാനം. നിങ്ങളുടെ റിട്ടയർമെന്റ് ഫണ്ട് ഈ റിസ്കിൽ നിന്നും സുരക്ഷിതമാണോ എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കമന്റ് ബോക്സിൽ സീക്വൻസ് എന്ന് ടൈപ്പ് ചെയ്യൂ. ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.